ആക്ച്വലി മോൾക്ക് ഇങ്ങനെ വരാനായിട്ട് എന്താ കാരണം? നിങ്ങൾ കുട്ടിയെ ശ്രദ്ധിക്കാറില്ലേ? ഇത്രയും തേനീച്ചകൾ ഒരുമിച്ച് കുത്താന്ന് പറഞ്ഞാ നിങ്ങൾ തീരെ കുട്ടിയെ ശ്രദ്ധിക്കാറില്ലേ? അത് പിന്നെ ഡോക്ടർ, എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. മോള് തേനീച്ച കൂട്ടുന്നൊക്കെ കല്ലെടുത്ത് എറിയായിരുന്നു അത്ര. അതുകൊണ്ടാ ഇത്രയും തേനീച്ചകൾ വന്നേ. ഡോക്ടറെ, ഇത് മോൾക്ക് മാറാനായിട്ട് എത്ര ദിവസം എടുക്കും? മോൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ബട്ട് എന്താന്ന് വെച്ചാൽ കുത്തിയത് തേനീച്ചകളായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ബട്ട് ഇതിന് പകരം മറ്റു വല്ല വിഷജന്തുക്കളും ആയിരുന്നെങ്കിൽ കുട്ടിയുടെ അവസ്ഥ എന്താക്കുമായിരുന്നു? ഇനി കുട്ടിയെ നല്ലോണം ശ്രദ്ധിക്കണം. നമുക്ക് മോൾക്ക് ഇപ്പൊ വന്നിരിക്കുന്ന ചൊറിച്ചിൽ മാറാനായിട്ടുള്ള മരുന്നൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അത് മാറി ഇത് രാത്രി ആകുമ്പോഴേക്കും പോവാം. കുട്ടികളല്ലേ ഇവിടെ ഇവിടെ ഇരുന്നോളും. വീട്ടിൽ കൊണ്ടുപോയി അവിടെ ഇവിടെ നടക്കും. അപ്പോൾ അവർക്ക് ഇറിറ്റേഷൻ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് മാറിയിട്ട് ഇവിടുന്ന് പോയാൽ മതി. ഓക്കെ? ഒറ്റയ്ക്കാണോ വന്നത്? എന്നാ ഹസ്ബൻഡിനെയോ അതോ അമ്മയോ ആരെയൊക്കെ വിളിച്ചോളൂ. നൈറ്റ് വരെ ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ റൂം എടുത്തോളൂ. ഓക്കെ. എന്നാ മോൾക്ക് ഞങ്ങൾക്ക് കുറച്ച് ട്രീറ്റ്മെന്റ്സ് എടുക്കാനുണ്ട്. മോൾക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഡോക്ടർ, അമ്മ കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ചെന്ന് ആലോചിക്കുമ്പോ ഞാൻ എന്റെ ഏട്ടനോട് പറയാ. അതോ ഇനി അമ്മ അവളോട് തമാശക്ക് പറഞ്ഞതാണോ? അവൾ അതുപോലെ ചെയ്തതാണോ? ആർക്കറിയാം. അമ്മ തമാശക്ക് പറഞ്ഞതായിരിക്കാം. അത് ഇവൾ കാര്യത്തിനെടുത്തത് അമ്മയുടെ കുറ്റമല്ലോ. അമ്മയെ കുറ്റപ്പെടുത്താനും പറ്റില്ല. ഞാൻ എപ്പോഴാണെന്നുണ്ടെങ്കിൽ ഡ്രൈവറോട് വേണ്ടാത്തതൊക്കെ പറയുകയും ചെയ്തു. ഇനിയിപ്പോ എന്താ ചെയ്യാം? ഇത് എന്റെ തെറ്റുകൊണ്ട് സംഭവിച്ചതാ. അമ്മയെ കുറ്റം വേണ്ടിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും ഇപ്പൊ മോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് നല്ലതാ. ഹലോ അമ്മേ. എന്തായി? കുട്ടിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ല പിന്നെ. ഇല്ലമ്മേ, മോക്ക് പ്രശ്നമൊന്നുമില്ല. ഒരു മുൻകൂർ സമയം എടുക്കുന്നത് നല്ലതാ. ഇനിയിപ്പോ ആ കുട്ടി എങ്ങാനും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ കരുതല്ലോ. അതുകൊണ്ട് ഒരു നമ്പർ ഇറക്കിയേക്കാം. മോളെ. അമ്മേ, എന്റെ കുട്ടിക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ. എന്റെ വായിന്നറിയാതെ ആ തേനീച്ചക്കുട്ടിനെ വരുന്ന എനിക്ക് കൂട്ടുകാരെന്ന് ഞാൻ പറഞ്ഞു പോയി. അത് കേട്ടാ കുട്ടി എറിഞ്ഞാന്ന് തോന്നുന്നു. എന്നോട് ക്ഷമിക്കും മോളെ, ഞാൻ ചെയ്തത് തെറ്റാ. ഞാൻ അങ്ങനെ തമാശയ്ക്ക് പോലും പറയാൻ പാടില്ലായിരുന്നു. ആണോ അമ്മേ? ഞാൻ അപ്പോഴും വിചാരിച്ചു അമ്മ അങ്ങനെ തന്നെ ചെയ്തതായിരിക്കുന്നു. അമ്മക്ക് ഒരിക്കലും എന്റെ കുട്ടീനെ വെറുക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. അമ്മക്ക് എന്നോടുള്ള ദേഷ്യമൊന്നും അവളോട് ഇല്ല. എനിക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനെ ഉണ്ടാവാനാ? അവളെന്റെ പേരക്കുട്ടിയല്ലേ മോളെ. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. അത് കുട്ടി അതേപടി ചെയ്യുന്ന ഞാൻ അറിയണ്ടേ? ഇതിനിപ്പോ എന്റെ തെറ്റാണെങ്കിൽ ഇതിന് എന്ത് ശിക്ഷ മേടിക്കാണ് ഞാൻ തയ്യാറാ. ഇല്ലമ്മേ, ഈ കാര്യം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി. വേറെ ആരും ഇതൊന്നും അറിയണ്ട. അയ്യോ, ഞാൻ ഡ്രൈവറോട് പറഞ്ഞില്ല. സാരമില്ല, ചേട്ടൻ എവിടെയും പറയില്ലായിരിക്കും. ഇല്ലമ്മേ, ഇതിന് ആരും അറിയില്ല. നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയത്തുള്ളൂ. ശരി എന്നാ. അമ്മേ, പിന്നെ ഉണ്ടല്ലോ, ഞാനിവിടെ ഒറ്റയ്ക്കാ. അമ്മ ഒന്ന് വരുമോ? ഹലോ അമ്മ, വച്ചോ? അമ്മേ, മോനെ, അമ്മ ചായ എടുക്കട്ടെ? അമ്മേ, അതല്ല. എന്താ മോനെ, നിനക്ക് എന്താ ചായ വേണ്ടേ? പറ, അമ്മ ഉണ്ടാക്കി തരാം. മോളോട്ടിക്ക് എങ്ങനെയുണ്ട്? ഓ, അതായിരുന്നോ? നിന്റെ ഭാര്യയുടെ ശ്രദ്ധ കൂടുതൽ കാരണമാ ആ കൊച്ചിനങ്ങനെ സംഭവിച്ചേ. എന്താ അമ്മേ, എന്തൊക്കെയാ അമ്മേ പറയുന്നേ? അവളല്ലേ ഈ വീട്ടിലെ ജോലി മുഴുവൻ എടുക്കുന്നേ? അമ്മ എന്നെ കൊച്ചിനെ നോക്കണ്ടേ? ആഹാ, നല്ല കഥ. ഈ വീട്ടിലെ അടി മുതൽ മേലെ വരെയുള്ള പണി ഫുൾ എടുക്കുന്നത് ഞാനാ. നിന്റെ ഭാര്യയ്ക്ക് ഇവിടെ എന്താ പണി? ആകെ ഒരു മുറ്റം അടിച്ചു വരാനുണ്ട്. നീ ഇവിടുന്ന് പോകുമ്പോ ആ ചൊല്ലി കൊടുത്തങ്ങ് മുറ്റത്തേക്ക് ഇറങ്ങും. പിന്നെ ഉണ്ടോ നിന്റെ ഭാര്യ ഇവിടെ പണിയെടുക്കുന്നു? നാട്ടുകാരോട് മുഴുവൻ എന്റെ കുറ്റവും പറഞ്ഞ് അവൾ ഇരുന്നോളൂ. അമ്മ എന്തൊക്കെയാ പറയുന്നേ? അവൾ ഇവിടെ പണിയൊക്കെ എടുക്കാറുണ്ടല്ലോ. ഞാൻ കാണുന്നതല്ലേ ഓഫീസിൽ ലീവ് ഉള്ളപ്പോ. അതെ, നിന്നെ കാണിക്കാൻ വേണ്ടി ചെയ്താ. ഏയ്, അമ്മ അവളെ കൊണ്ട് എല്ലാ ജോലി എടുക്കാറുണ്ട്. അമ്മ തന്നെ എന്നോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതല്ലേ. ആഹാ, അതൊക്കെ പണ്ടേ. ഇപ്പൊ നിന്റെ ഭാര്യക്ക് അഹങ്കാരാ. പോയി നോക്ക്, നിന്റെ കുട്ടിയെ പിടിച്ചിരിക്കുന്നുണ്ട് റൂമില്. എന്നോടാ നിന്റെ കളി. ഹോസ്പിറ്റലിൽ വന്നിട്ട് ജോലിയൊക്കെ കഴിച്ച് ഇവിടെ കുറച്ച് നേരം കിട്ടെ. എനിക്ക് എടുക്കട്ടെ. താമരെ, താമരെ. ഏട്ടാ വന്നോ? എന്താ ഇവിടെ സുഖിച്ച് കിടപ്പാനാണോ പണി? എന്താ ഏട്ടാ തമാശ പറയുന്ന പോലെ? ഞാൻ ഈ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഒന്ന് കിടക്കാൻ വരുന്നേ ഉള്ളൂ. മാളൂട്ടിക്ക് എന്താ പറ്റിയേ? എന്നെ ഒന്ന് വിളിച്ചറിയിച്ചത് പോലും ഇല്ല നീ. ഏട്ടൻ ഇവിടെ ഫോമസിൽ പോയതല്ലായിരുന്നോ? ഞാൻ എങ്ങനെ വിളിക്കാനാ? നീ ആകെ ഒരു കോള ഓഫീസിലേക്ക് വിളിച്ചത്. അത് പിന്നെ ചേട്ടാ, നീ ഒന്നും പറയണ്ട. നീ എനിക്ക് അത്ര വില തരുന്നുള്ളൂ അല്ലേ? എവിടെ മാളൂട്ടി? നീ എന്താ മാളൂട്ടി ശ്രദ്ധിക്കാറില്ലേ? ഇനി എങ്ങാനും ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ നിനക്കായിരിക്കും ശിക്ഷ കിട്ടാൻ പോകുന്നത്. എന്റെ കൊച്ചിനെ നോക്കാൻ വേണ്ടി നീ ഇവിടെ നിന്ന് പൊയ്ക്കോ. നിനക്ക് എന്റെ മോളെ നോക്കാൻ വയ്യേ? ഞാൻ വിളിച്ചു, അവളെ കൊണ്ടുപോയ ഹോസ്പിറ്റലിൽ. അവിടെയുള്ളവർ പറയുന്നത് നിങ്ങൾക്ക് എന്താ കുട്ടിയെ ശ്രദ്ധിക്കാൻ വയ്യെന്നാ. ഇത്രയും ടെൻഡൻസുകൾ എങ്ങനെ ഒരുമിച്ച് പഠിക്കാന്നാ. അപ്പോഴേക്കും ഞാൻ ചിന്തിച്ചത് നീ ഇവിടെ ജോലി എടുക്കായിരിക്കും, അതുകൊണ്ടാണ് കുട്ടിയെ ശ്രദ്ധിക്കാൻ പറ്റില്ലെന്ന്. ഇപ്പോഴല്ലേ മനസ്സിലായത് ഒരു പണിയും ഇല്ലാതെ ഇവിടെ കിടന്നുകൊണ്ട് എന്റെ കൊച്ചിനെ വിധി വെട്ടിവെച്ചത്. നീ ഒന്നും പറയേണ്ട താമരെ, എനിക്ക് നിന്നെ മനസ്സിലായി. നിനക്ക് എന്റെ അമ്മയോടാണ് ദേഷ്യം. ആ ദേഷ്യം തീർക്കുവാൻ വേണ്ടി നീ എന്റെ മകളെയാണ് ഇരയാക്കിയത്. ഒന്നും പറയണ്ട നീ. എനിക്ക് എല്ലാം മനസ്സിലായി. അത്തമ്മനെ
അത്തമ്മന്റെ അത്തമ്മ കൊള്ള പറ്റത്തില്ലല്ലോ. മാളൂട്ടിനെ കൊള്ളാൻ അത്തമ്മ നോക്കാലോ. മാളൂട്ടിക്ക് അതിന് പറ്റില്ല. അതുകൊണ്ട് ആ മാളൂട്ടി അത്തമ്മക്ക് ഒരു പണി കൊടുക്കാൻ പോവാ. ആ പണിയാ കൊടുക്കാൻ പോവാന് അത്തമ്മ ഒരിക്കലും മറക്കരുത്. കഷ്ടപ്പെട്ട് മാളൂട്ടി അടുക്കളയിൽ പോയിട്ട് മുളക് പൊടി എടുത്തോണ്ട് കൊണ്ട് വന്നു. അത്തമ്മയുടെ ബ്രഷിലൊക്കെ നാനി ഇപ്പൊ മുളക് പൊടി ആക്കാൻ പോവാ. ഇനി ഞാനുണ്ടല്ലോ നിന്നെ ചൊറിയിപ്പിച്ച് കരയിപ്പിക്കും. നീട്ടിച്ച് കരയിപ്പിക്കും. നീ ഇതിരുന്ന് ഇപ്പായം എടുത്ത് ഇടുമ്പോ നിനക്ക് നല്ലോണം ചൊറിയും മണ്ടി മണിങ്ങൂത്ത്. ഇപ്പൊ ശരിയായി. ഇനി ഉണ്ടല്ലോ നീ പായം ഇങ്ങനെ ഇടുമ്പോ ചൊറിയോ. അപ്പൊ നീ ഈ മാളൂട്ടിനെ ഓർത്തോണ്ടിട്ടോ. മാളൂട്ടി എത്ര വേദന സഹിക്കുന്ന അപ്പൊ മനസ്സിലാവും. മാളൂട്ടി